പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് കർത്താവിൻ്റെ കുർബാന ദിവസമാണ്. ബലിപീഠത്തോട് ചേർന്നിരിക്കുന്ന മക്കൾ യേശുവിൻ്റെ കൂടെയാണ് നമ്മൾ. യേശുവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രഭാതത്തിലും പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നു പോകും, പുതിയത് കടന്നു വരും. വിശുദ്ധിയോടെയുള്ള യേശുനാഥൻ്റെ ശരീരം സ്വീകരിക്കുമ്പോൾ ഓരോ പ്രഭാതത്തിലും ഓരോ വ്യക്തിക്കും അത് പുതിയ സൃഷ്ടിയാക്കി കർത്താവിൻ്റെ ദൂതൻ വഴി നടത്തും. അവർക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാൽ ഒടിക്കുകയും ഇരുമ്പാടാമങ്ങൾ തടവും ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിലായിരിക്കും വിശുദ്ധിയോടുള്ള കുർബാന സ്വീകരണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം പുറപ്പാട് പുസ്തകം തന്നെയാണ്. നമ്മളത് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം അധ്യായം എന്നതിൽ ഇന്ന് 11-ാം അധ്യായം വരെ വരുന്നുണ്ട്. ഒരു സ്ഥലത്തും ഫറവോ ഇസ്രായേൽ മക്കളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാണ്ട് അവൻ കടും പിടുത്തം പിടിച്ച് കർത്താവിനെയും മോശേനെയും അഹറോനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനാണെങ്കിൽ കോപം വളരെ കയറി വരികയും മോശ അവൻ്റെ മുമ്പിൽ നിന്നും ദേഷ്യപ്പെട്ട് പുറത്തു പോവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. ഒരു പ്രഭാതം കൂടി നമുക്ക് തന്നതിന് ബലിപീഠമായി യേശുവേ നിൻ്റെ അമ്മയോട് ചേർന്ന് നടക്കാനുള്ള കൃപ തന്ന അമ്മയുടെ വിമല ഹൃദയം വഴി അമ്മയുടെ ഉടുപ്പിനോട് ഈ വചനം കേൾക്കുന്ന എല്ലാ മകനെയും മകളെയും ചേർത്ത് പൊതിഞ്ഞു വെച്ചുകൊണ്ട് അമ്മയുടെ പൊക്കിൾ കൂടി ബന്ധമായ പുത്രൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം ശ്രവിക്കാം. 10-ാം അധ്യായം 21 മുതൽ 29 വരെ നമ്മൾ കണ്ടു. യേശുനാഥൻ ഓരോ അധ്യായത്തിലും ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. പല പല അത്ഭുതങ്ങൾ. എന്തെല്ലാം ഈ ഈജിപ്തിനെ കോളിളക്കം സൃഷ്ടിച്ചെന്നുള്ളതാണ് കർത്താവ്. എന്നിട്ടും ഫറവോ ഒരു കാരണവശാലും അവൻ പിടിച്ചെടുത്തിരിക്കുന്ന ഇസ്രായേൽ മക്കളെ വിടുവാൻ തയ്യാറല്ല. അവൻ അടിമപ്പണി ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. വിടും എന്ന് പറയും. പിന്നെ അവസാനം അവൻ്റെ ഹൃദയം കഠിനമാകുകയും അവരെ വിടാതെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ യേശുനാഥൻ എന്താ ചെയ്യാൻ പോണെന്നറിയാമോ? ആ ഈജിപ്ത് ദേശം തന്നെ ഇരുട്ടാക്കാൻ പോവുകയാണ്. എന്നാലോചിച്ച് നോക്കിയേ, 2-3 ദിവസം സൂര്യപ്രകാശമില്ലാതെ ഇരുട്ടായിരുന്നാൽ എന്ത് സംഭവിക്കും? ഒരാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. വെളിച്ചം ഉണ്ടാവില്ല. ഇരുട്ട് കൂനി ഇരുട്ടായിരിക്കും. കൂരിരുട്ട്. ഒരാളെ കാണാനോ ഒരു മരം കാണാനോ മുറ്റം കാണാനോ സാധിക്കില്ല. കാരണം നക്ഷത്രങ്ങൾ പോലും ഉണ്ടാവില്ല, നിലാവ് ഉണ്ടാവില്ല. കൂരിരുട്ടാക്കാൻ കഴിയും. കാരണം ഒന്നാലെങ്കിലും ഇവൻ വഴിക്ക് വരട്ടെ എന്നുള്ള യേശുനാഥൻ്റെ ആഗ്രഹം. വചനം ശ്രവിക്കാം. കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക, ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ. ആരുടെ വാക്കാണത്? സൃഷ്ടാവായ ദൈവമായ കർത്താവ്, ഈ ഭൂമിയുടെ അധികാരി, ഈ ലോകത്തിൻ്റെ അധികാരി യേശുനാഥനാണ്. ഇരുട്ടുണ്ടാകട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ അത് ഇരുട്ടായിക്കഴിയും. നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, ഈ വെളിച്ചവും പ്രകാശവും സൂര്യനൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ ജീവിക്കുന്നുണ്ട്. കർത്താവിന് കോപം വന്ന് അങ്ങ് ഇരുട്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ
ഇരുട്ടായിരിക്കുള്ളൂ. പിന്നെ നേരം വെളുക്കില്ല, എപ്പോഴും ഇരുട്ട്, 24 മണിക്കൂർ ഇരുട്ടായ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ എത്തും പിടുത്തം കിട്ടില്ല അല്ലേ? ഇവിടെ സംഭവിക്കണമെന്ന് നോക്കി കേട്ടോ. ഇരുട്ടുണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടിച്ച അതേ ദൈവമായ കർത്താവ് പറയാണ് ഇരുട്ട് ഉണ്ടാകട്ടെ, ഇരുട്ട് ഉണ്ടാകട്ടെ, ഈജിപ്തിൽ ഇരുട്ട് ഉണ്ടാകട്ടെ. യേശുവേ നന്ദി. അടുത്ത വചനം, തൊട്ടറിയാവുന്ന ഇരുട്ട്, തൊട്ട് അറിയാവുന്ന ഇരുട്ടുണ്ടാകട്ടെ. തൊട്ടറിയുന്ന ഇരുട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു മുറിക്കാതെ നിൽക്കുമ്പോൾ അവനെ തൊടുമ്പോഴേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. അയ്യോ ഇരുട്ടാണുള്ള, ആരാണ് നിങ്ങൾ തപ്പി തപ്പി നടക്കണം അല്ലേ? ഭിത്തി, ഒരു മുറിയിലേക്ക് പോകണമെങ്കിൽ വിളക്ക്, തിരി, അതൊക്കെ എത്ര നാൾ കത്തിക്കും? മൊത്തം അങ്ങോട്ട് ഒരു മാസമൊക്കെ ഇരുട്ടായി നിന്നാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിക്കാൻ പോലും പറ്റില്ല. ഒന്നും ഉണ്ടാവില്ല ഭൂമിയിലൊന്നും. മരിച്ചു മനുഷ്യർ. ഹല്ലേലൂയ. ഇരുട്ടുണ്ടാകട്ടെ, തൊട്ടറിയാവുന്ന ഇരുട്ടുണ്ടാകട്ടെ. തൊട്ടറിയാവുന്ന ഇരുട്ട്, തൊട്ടറിയാവുന്ന ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ തൊടുമ്പോഴേ നമ്മൾ അറിയുള്ളൂ, ആ നീയാണോ, കാണാൻ പറ്റുന്നില്ല, കണ്ട് ഇരുട്ടായി പോയി, മൊത്തം ഇരുട്ടായി പോയി. ഹല്ലേലൂയ. മോശ ആകാശത്തിലേക്ക് കൈകൾ നീട്ടി. ഈജിപ്ത് മുഴുവനും 3 ദിവസം കൂരിരുട്ട് പ്രാപിച്ചു. 3 ദിവസം രാവും പകലും കൂരിരുട്ട്. എന്നാലോചിച്ച് 1, 2, 3 രാവും 3 പകലും ഇരുട്ട് തന്നെ. ഭയങ്കര ഒരു സീനാണ്. അതുകൊണ്ട ആലോചിക്കാനേ നമുക്ക് പറ്റില്ലല്ലോ. എല്ലാം ഇരുട്ടായി പോയി. ഒരു മനുഷ്യനെ ഒന്നും തന്നെ കാണാനോ പോകാനോ ഒന്നും പറ്റില്ല. പോകാം, വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ അടിച്ചിങ്ങനെ. കൂരിരുട്ട് വ്യാപിച്ചു. 23-ാം വാക്യം, അവർക്ക് പരസ്പരം കാണാനോ യഥാഷ്ടം നീങ്ങാനോ സാധിച്ചില്ല. കൂരിരുട്ടാണ്. വീട്ടിലിപ്പം മെഴുകുതിരിയൊക്കെ ഉണ്ടെങ്കിലും എത്ര നേരം കത്തിച്ചു വയ്ക്കും? ഒരു ലൈറ്റ് ഉണ്ടെങ്കിലും എത്ര നേരം കത്തിച്ചു വയ്ക്കും? ചിലപ്പോൾ കരണ്ടും പോയി കാണും, എല്ലാം കളഞ്ഞു കാണും. കർത്താവിന് ഒന്നും അസാധ്യമായിട്ടില്ല. ഒക്കെ കർത്താവ് ഈ പറവ കാരണം അവിടുത്തെ ജനം വലയണം. പക്ഷെ ഒരു കാര്യം കർത്താവ് ചെയ്യുന്നത് എനിക്ക് എത്ര വായിച്ചിട്ടും മനസ്സിലാവുന്നു. അവിടെ ഇസ്രായേൽ കുടുംബക്കാരുണ്ട്, അവർക്ക് വെളിച്ചം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ്. അവർക്ക് വെളിച്ചം ഉണ്ടായിരുന്നു. മറ്റ് ഈജിപ്റ്റ് കുടുംബങ്ങൾക്കും അവൻ്റെ ആൾക്കാർക്കൊക്കെ മൊത്തം കൂരിരുട്ടു. നമുക്കത് വായിക്കുമ്പോൾ കാണാൻ പറ്റും. എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചം ഉണ്ടായിരുന്നു. പ്രത്യേകം എഴുതിയിട്ടുണ്ട് 23-ാം വാക്യത്തിൽ. ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളിലെല്ലാം വെളിച്ചമുണ്ടായിരുന്നു. അവർ നടക്കുന്നിടത്തൊക്കെ വെളിച്ചമുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ പക്ഷേ അവരുടെ കണ്ണ് പ്രകാശിച്ചിട്ടുണ്ടാവും. അവർക്ക് കണ്ണ് ഇരുട്ടത്തും അവർക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവും കർത്താവ് ഒരു 3 ദിവസത്തേക്ക്. അവിടെ പ്രത്യേകം എഴുതിയൊക്കെയാണ് എന്താ, എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ താമസ സ്ഥലങ്ങളിൽ വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു, പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ ആരാധിച്ചുകൊള്ളുക. അവനും ഇരുട്ടത്തിരിക്കുകയാണ്, അവനൊന്നും ചെയ്യാൻ പറ്റില്ല, അവനും പെട്ടു. അവനും പുറത്തു പോകാനോ യാത്ര ചെയ്യാനോ ഒന്നും പറ്റണില്ല. എത്ര നേരം കണ്ടാണ് പ്രകാശമില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവനും പെട്ടുപോയി. അപ്പോൾ അവൻ പറയണത് അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു, പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചു കൊണ്ടുവരും. എന്നിട്ട് അവനൊരു കെണി വെക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നോക്കിക്കേട്ടാ, ആട് മാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ. അതൊരു കെണിയാണ്. അവർ പോയി കർത്താവിനെ മരുഭൂമിയിൽ ആരാധിക്കട്ടെ. ആട് മാടുകളെല്ലാം ഇവിടെ നിൽക്കട്ടെ, അവരെ കൊണ്ടുപോകണ്ട. കാരണം ഇവരവിടെ ആരാധിക്കുന്നുണ്ടെങ്കിലും അവരെ ഹൃദയം മുഴുവനും ഈ ആടുമാടുകൾക്ക് വെള്ളം കൊടുത്തോ പുല്ല് കൊടുത്തോ അവരെങ്ങനെയുണ്ടാവും എന്നുള്ള വിഷമം കാണുമ്പോൾ അവർ ഓടി വരുമെന്നുള്ളത് പറവയ്ക്കാറ്. പറവ ഒരു കെണി വെച്ച് കൊടുക്കണം, അവരെ കൊണ്ടുപോകണ്ട.
എന്നിട്ട് അവൻ പറയാണ്, നല്ല പിള്ളയായിരുന്നു, അവൻ പറയേ, കുട്ടികളും നിങ്ങളുടെ കൂടെ പോരട്ടെ. കുട്ടികളെയും വിടുന്നുണ്ടായിരുന്നു. സന്തോഷിച്ചോട്ടെന്ന് കരുതി കുട്ടികളെ കൊണ്ടുപോകും. പക്ഷേ ആട്, മാട്, കോഴി ഇതൊന്നും നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല, ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. പക്ഷേ അങ്ങനെയാണോ മോശ കർത്താവിൻ്റെ തീരുമാനം? നമുക്ക് നോക്കാം. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ സമർപ്പിക്കാനുള്ള ബലിവസ്തുക്കളും കൂടി നീ ഞങ്ങൾക്ക് തരണം. ബലിവസ്തുക്കൾ എന്നിട്ടാണത്? അവിടെ ചെല്ലുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ. കർത്താവ് ബലിപീഠത്തിൽ വരുന്ന കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് പറയും, ചിലപ്പോൾ ഒരാടിനറുത്ത് എനിക്ക് ബലി തരിക, മാംസം നിങ്ങൾ ചുട്ടുഭക്ഷിക്കുക, രക്തം എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോൾ അതില്ലാണ്ട് വരുമ്പോൾ അവിടെ ബലിയർപ്പണം നടക്കില്ല. അപ്പോൾ അതും ഞങ്ങളുടെ കൂടെ വരട്ടെ എന്ന് മോശ ഒരു സൂചന കൊടുക്കുകയാണ്. 26-ാം വാക്യം, ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളുടെ കൂടെ പോരണം. ഞങ്ങളുടെ കന്നുകാലികളും ആട്, മാട് എല്ലാം ഞങ്ങളുടെ കൂടെ പോരണം. കാരണം എന്താണെന്ന് നമുക്ക് കാണാം. ഒന്നുപോലും ഇവിടെ ശേഷിക്കാൻ പാടില്ല, ഒന്നുപോലും ഇവിടെ നിൽക്കാനോ ഒന്നും പാടില്ല, എല്ലാം പോരണം. കംപ്ലീറ്റ് ജനത്തിൻ്റെ കൂടെ അവനെ ആരാധിക്കാൻ നീ വിട്ടുതരിക. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അവയിൽ നിന്നും ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം. അവയിൽ നിന്നും കർത്താവിനെ ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം. അതിപ്പോൾ ചിലപ്പോൾ പശുക്കുട്ടിക്കിടാവായിരിക്കാം, ചിലപ്പോൾ ആട്ടുംകുട്ടിയായിരിക്കാം, ചിലപ്പോൾ കോഴിയായിരിക്കാം, പറയാൻ പറ്റില്ല ഏതാണെന്ന്. കർത്താവ് തീരുമാനിക്കും. കർത്താവ് പറയും ഇത് വേണമെന്ന്, അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് കൊടുക്കണം നമ്മൾ. ഇല്ലെങ്കിൽ കർത്താവിന് അത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അത് എല്ലാം നമ്മുടെ കൂടെ വരണമെന്ന് മോശ ഫറവോയോട് പറയണം. അല്ലേ? കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കണ്ടാ, അവിടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചെന്നെത്തുന്നോടം വരെ എന്താണ് ബലി അർപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ പറയണം. അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അത് കർത്താവ് ആവശ്യപ്പെടും, നമ്മളത് കൊടുക്കണം. മോശയുടെ കടം പിടുത്തുന്നത്. ഹല്ലേലൂയ. 27-ാം വാക്യം, കർത്താവ് ഫറവോയെ കഠിനചിത്തനാക്കി, അവൻ്റെ ഹൃദയം വീണ്ടും കർത്താവ് കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവാണ് ഈ പ്രാവശ്യം കഠിനമാക്കിയേക്കുന്നത്. ഹല്ലേലൂയ. അവൻ അവരെ വിട്ടയച്ചില്ല. കണ്ട, അവൻ വീണ്ടും വിട്ടയച്ചില്ല. എല്ലാം പറഞ്ഞു ഒരുക്കി നിന്ന്, പക്ഷേ അവൻ പെട്ടെന്ന് മാറി. അവൻ്റെ മനസ്സ് കല്ലുപോലെയായി. അവൻ വിട്ടയച്ചില്ല, അവൻ പിടിച്ചു വെച്ച് വീണ്ടും നിങ്ങൾ പൊക്കളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഫറവോ മോശയോട് പറഞ്ഞു, എൻ്റെ കൺമുമ്പിൽ നിന്നും പോവുക. ഫറവോ മോശയോട് പറയും. കാരണം ഈ മോശ വളർന്നത് ഫറവോയുടെ അണ്ടറിലാണ്, തിന്നും കുടിച്ചും വളർന്നിരുന്നത്. മോശ ഇപ്പം ഔട്ടായി. ഫറവോ പറയുന്നത്, നീ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോയേക്കരുത്, പൊയ്ക്കോളണം ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട്, കാരണം ഇരുട്ടാക്കി കളഞ്ഞ് ഫറവോയ്ക്ക് വെളിച്ചമില്ലാണ്ടായി. പല 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 അത്ഭുതങ്ങളും കർത്താവ് കണ്ട. 11 സ്ഥലങ്ങളിൽ കർത്താവ് അടയാളങ്ങൾ കാണിച്ചിട്ടും അവൻ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ ഫറവോ മോശയോട് പറയുന്നത്, നീ ഇവിടുന്ന് പൊയ്ക്കോളണം, എൻ്റെ കണ്ണൂരിൽ നീ കണ്ടുപോയെന്ന് പറഞ്ഞു. അതിൽ ഉടനെ മോശ എന്ത് ചെയ്തതെന്നറിയാമോ? ഇനി എന്നെ കാണാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഫറവോ പറയണേ, ഇനി എന്നെ കാണാൻ നീ സൂക്ഷിച്ചു കൊള്ളുക, അല്ലെങ്കിൽ നിന്റെ തല ഞാൻ എടുക്കും. ഫറവോ അത് ചെയ്യും, രാജഭരണമാണല്ലോ. ഉടനെ മോശ പറയണ്, എന്നെ കാണുന്ന ദിവസം നീ മരിക്കും. ഫറവോ അടുത്ത വാചകം കണ്ട, എന്നെ കാണുന്ന ദിവസം നീ മരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അവൻ കൊന്നുകളി. അത്ഭുതം ചെയ്ത് മരിക്കുകയില്ല, അവനെ ആളെ വെച്ച് ഇവന് തല വെട്ടിക്കളയും. അവനത് ചെയ്യും. ഇനി നീ എന്നെ കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ നീ ആ നിമിഷം മരിക്കും. അത് ഞാൻ ചെയ്യണത് എന്താണെന്ന് നീ അപ്പം കാണുന്നൊക്കെയുള്ളത് അവിടെ ഒരു തർക്കമുണ്ടായിട്ടുണ്ടാവും. ഉടനെ മോശ പറയുന്നു, മോശ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാൻ ഇനി നിന്നെ കാണുകയില്ല. മോശ പറയും, ഞാൻ ഇനി നിന്നെ കാണുകയില്ല, ഞാൻ പോവുകയാണ്.
ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവിൻ്റെ പുത്രനായ യേശുവേ, നിൻ്റെ വചനം ഞങ്ങൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും എല്ലാ ദുഷ്ടശക്തികളും അവിടുത്തെ വചനം കഴിച്ച് ബന്ധിക്കുന്നു, ഉപേക്ഷിച്ച് നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്ത വചനം പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനം. ഈ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും യേശു പട്ടി എന്ന് വിളിക്കുന്നുണ്ട്. അത് ആരും ശ്രദ്ധിക്കില്ല, അത് എവിടെ കിടക്കണമെന്നുള്ളത് ഈ 11-ാം വാക്യം നമ്മൾ വായിച്ച് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. പട്ടി, ഒരു പട്ടി പോലും എന്നൊക്കെ യേശു ദേഷ്യപ്പെട്ട് പറയുന്നു പറയോട്. ഒരു പട്ടി പോലും, ഒരു മൃഗമോ ഒരു കന്നുകാലിയോ ഒരു പട്ടി പോലും എന്നൊക്കെ പറയുന്ന യേശു. അത് നമുക്ക് കേൾക്കാം. 1-ാം വാക്യം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഫറവോയുടെ ഈജിപ്തിൻ്റെ മേൽ ഒരു മഹാമാരി കൂടി അയക്കും. മോശയോട് പറയുന്നത്, ഞാൻ അവസാനമായിട്ട് ഒരു മഹാമാരിയും കൂടെ അയക്കും. അതിൽ നിന്നും അവൻ വിട്ടില്ലെങ്കിൽ പിന്നെ കാണിച്ചു തരാനൊക്കെ കർത്താവ് പറയുന്നു. മഹാമാരിയെ അയക്കും, അപ്പോൾ അവൻ നിങ്ങളെ പോകാൻ അനുവദിക്കും. ആരെ? പിടിച്ചു വച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളെ പോകാൻ അനുവദിക്കുമെന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. ഒരു മഹാമാരിയും കൂടെ ഞാൻ അയക്കുമെന്നാണ് യേശു മോശയോട് പറയുന്നത്. അല്ല, നിങ്ങളെ ബഹിഷ്കരിക്കുന്നതാണ് ചെയ്യുമെങ്കിൽ ഓരോ പുരുഷനും തൻ്റെ അയൽക്കാരനോട്, ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും സ്വർണം വെള്ളി കൊണ്ട് ആഭരണങ്ങളെല്ലാം ചോദിച്ച് വാങ്ങുമെന്നും നീ ജനത്തോട് പറയണം. ചോദിച്ച് വാങ്ങുമെന്ന് ജനത്തോട് പറയണം. ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി. ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി. അവരുടെ മനസ്സിൽ നീ ഇസ്രായേൽക്കാരാണെന്നുള്ള അങ്ങനെയുള്ള ചിന്തകളൊക്കെ കർത്താവ് എടുത്തു മാറ്റി അവരെ സ്നേഹിക്കാനുള്ള മനസ്സും ഹൃദയവും അവർക്ക് കൊടുത്തു. ഫറവോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിൽ ഒരു മഹാപുരുഷനായി കരുതി. ഈജിപ്തുകാർ ഈ ഇസ്രായേൽക്കാർ, അവ ഈ മോശ ഒക്കെ ഇസ്രായേൽക്കാരുടെ ദൈവമായ കർത്താവിനായി, അപ്പോൾ ഇസ്രായേൽക്കാരെ ഏറ്റവും വലിയവനാണെന്ന് അവർ കരുതി. അങ്ങനെ ആക്കി കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. മോശ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ കടന്നു പോകും. ഇതാണ് മഹാമാരി. യേശു തന്നെ ഇത്രയും നാൾ മോശയിലൂടെ പല അത്ഭുതങ്ങളും അവൻ്റെ വടിയിലൂടെ അവൻ്റെ കയ്യിലൂടെ ഒക്കെ പ്രവർത്തിച്ച്, ഈ പ്രാവശ്യം ഒരു മഹാമാരിയും കൂടി വിടും എന്ന് യേശു പറയണത്, ഞാൻ നേരിട്ട് ഈജിപ്തിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. അതാണ്. എന്താണ് അപ്പോൾ സംഭവിക്കുക? അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ ഞാൻ കടന്നു പോകും. യേശു പറയുന്നു. മോശ പറഞ്ഞു, കർത്താവെ അരുളി ചെയ്യുന്നു, ഞാൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ കടന്നു പോകും. മോശയോട് കർത്താവ് പറഞ്ഞിട്ട് മോശ അവിടുത്തെ ജനത്തോട് പറയുന്നു. അടുത്ത വാക്ക്, സിംഹാസനത്തിലിരിക്കുന്ന ഫറവോ മുതൽ തിരികല്ലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള തിരികല്ലിൽ ജോലി ചെയ്യുന്ന എല്ലാവരും മരിക്കും. അതെന്താണ് അങ്ങനെ? എല്ലാവരും മരിക്കും കർത്താവ് പോകുമ്പോൾ. അവിടെ ഒരു അടയാളം കാണിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. സിംഹാസനത്തിലിരിക്കുന്ന ഫറവോ മുതൽ തിരികല്ലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും മരിക്കും. ഈജിപ്തുകാരും മരിക്കും. കന്നുകാലികളുടെയും ചാവും, കന്നുകാലികളും ചാവും, ആടുമാടുകളെല്ലാം ചാവും കർത്താവ് പോകുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാൻ ഇടയാകാത്തതുമായ ഒരു വലിയ നിലവിളി ഈജിപ്തിൽ നിന്നും ഉയരും. കർത്താവ് പോകുമ്പോൾ കർത്താവ്
കുറേ ഈജിപ്തുകാരെയും കന്നുകാലികളെ എല്ലാത്തിനെയും കൊന്നുകളയും. അത് നോക്കിയാൽ മതി, മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മരിച്ചാസം എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു വലിയ നിലവിളി ഉയരണം. എന്നാൽ ഇസ്രായേൽക്കാർക്ക് അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കുകയില്ല. കർത്താവ് പറയുന്ന വാക്ക് വേണ്ട. കർത്താവോട് കോപിച്ച് എന്താണ് പറയുന്നത്? യേശുവേ നന്ദി. മൃഗങ്ങൾക്കോ, യേശുവേ നന്ദി. 7-ാം വാക്യം കേട്ടോ. എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കുകയില്ല. ഒരു പട്ടി പോലും ശബ്ദിക്കില്ല. അത്ര സ്ട്രോങ് ആയിട്ട് കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഈജിപ്തുകാർക്ക്. എന്നാൽ ഈജിപ്തുകാർ ഇസ്രായേൽക്കാർക്ക് തമ്മിൽ കർത്താവ് കൽപ്പിക്കുന്നുവെന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും. കർത്താവ് പറയണ എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയും നാൾ മോശ വഴി പറഞ്ഞിട്ട് കളിപ്പിച്ച് പോയി. ഇപ്പം കർത്താവിൻ്റെ മുമ്പിൽ നീ ആരാണെന്ന് കർത്താവിന് മനസ്സിലാക്കുമെന്നൊക്കെ കർത്താവ് പറയുന്നു. അപ്പോൾ നിന്റെ ഈ സേവകരെല്ലാം എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. സാഷ്ടാംഗം കാൽക്കൽ വീഴും കർത്താവിൻ്റെ. അവിടെ എതിരൊന്നും പറയാൻ പറ്റില്ല. ആരാണ്? ദൈവമായ കർത്താവാണ് ഈജിപ്തിലൂടെ കടന്നു പോകാൻ പോകുന്നത്. ഹല്ലേലൂയ. നീയും കൂടെയുള്ള ജനങ്ങളും പൊയ്ക്കൊള്ളുക എന്ന് പറയും. അപ്പോൾ ഞാൻ പുറപ്പെടും. മോശ ഉഗ്രകോപത്തോടെ ഫറവോയുടെ മുമ്പിൽ നിന്നും ഇറങ്ങിപ്പോയി. കർത്താവ് മോശയോട് പറഞ്ഞു, ഇങ്ങനെ നീ പോയി പറ, എങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകണം. കർത്താവ് പോകും. അപ്പോൾ അവനങ്ങോട്ട് കോപം തിളച്ചു കയറി. കാരണം മോശയല്ല ഇനി വരാൻ പോണത്, കർത്താവാണ് നിന്റെ മുമ്പിലേക്കൂടെ കടന്നു പോകണത്. ഇത് കേട്ടപ്പോൾ ഫറവോയ്ക്ക് മുമ്പിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവനെ ചൂടാക്കി വിട്ടു. മോശേനെ ഫറവോ പൊയ്ക്കോളണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈജിപ്തിൽ എൻ്റെ അത്ഭുതങ്ങൾ വർദ്ധിക്കാൻ ഇടയാകും. എൻ്റെ അത്ഭുതങ്ങൾ ഇനി വരാൻ പോകണുള്ളൂ. കർത്താവ് ചെയ്യാൻ പോകുന്ന ഓരോ അത്ഭുതങ്ങൾ വർദ്ധിക്കും എന്ന് മോശയോട് പറയണം. കാരണം ഇനി മോശയോട് കർത്താവിന് പറയാൻ പറ്റില്ല. കാരണം ഫറവോയുടെ മുമ്പിൽ നിന്ന് പൊയ്ക്കോളണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ കാരണം മോശ അവിടുന്ന് പോന്നു കളഞ്ഞു. ഹല്ലേലൂയ. വർദ്ധിക്കാനിടയാകും വിധം ഫറവോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും. നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ അവഗണിക്കും. അവൻ കേൾക്കില്ല. പണ്ട് മുതലേ അങ്ങനെയാണ്. നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റില്ല. അവസാന നിമിഷം വരുമ്പോൾ അവനത് വിട്ടുകളയും. ഹല്ലേലൂയ. മോശയും അഹരോനും ഫറവോയുടെ സന്നിധിയിൽ നിന്നും അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മോശയും അഹരോനും. കർത്താവ് എന്താണ് മോശനാക്കിയത്? ഇനി ഞാൻ ദൈവമാക്കിയിരിക്കുന്നു, അഹരോനെ ഒരു പ്രവാചകനുമാക്കിയിരിക്കുന്നു. കർത്താവ് നമ്മൾ 9-ാം അധ്യായത്തിലൊക്കെ കാണാൻ പറ്റും. എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽക്കാരെ തൻ്റെ രാജ്യത്തു നിന്നും വിട്ടയച്ചില്ല. അവിടെ ഇതൊക്കെ കേട്ട് മോശനെ പുറത്താക്കി. വീണ്ടും അവൻ്റെ ഹൃദയം കഠിനമാക്കി. എന്നിട്ട് വിടാന്നൊക്കെ പറഞ്ഞ് അവിടെ മുഴുവൻ പറഞ്ഞാണ് കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ പറയണമെന്നൊക്കെ, ആ രാജ്യത്ത് നിന്നും അവരെ വിട്ടയച്ചില്ല. ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിന് കോപം വരാതിരിക്കുമോ? കർത്താവ് എന്തൊക്കെയാണ് പറയണതിൽ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവ് വരാൻ പോയാണ് എന്നൊക്കെ കേട്ടപ്പോൾ അവൻ പറഞ്ഞ് പൊക്കോളണം എൻ്റെ കൺമുമ്പിൽ നിന്നും, എനിക്കിതിവിടെ കണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് മോശനെ ചൂടാക്കി വിട്ടു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമായ കർത്താവേ, നിൻ്റെ വചനം കേൾക്കാൻ ഞങ്ങൾ കാതുകളെയും മനസ്സിനെയും തുറക്കണമേ. ഇന്നൊരു ബലി ദിവസമായി ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുകയും കുർബാനയിലൂടെ യേശുവേ നിൻ്റെ ശരീരത്വവും ഞങ്ങളുടെ നാവിലൂടെ ഹൃദയത്തിലേക്ക് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനെ ഉപരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63. ഈ വചനം കുർബാനയുടെ സമയത്ത് ഞങ്ങളുടെ നാവുകളെ ജ്വലിപ്പിക്കണമേന്നും ഹൃദയത്തെ ജ്വലിപ്പിക്കണമേന്നും ജ്ഞാനം തരണമേന്നും ദൈവമായ കർത്താവെ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അവിടുന്ന് ദാനമായി നൽകിയ ഓരോ മകനും മകളും ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാനും അവർക്ക് ജ്ഞാനം കൊടുക്കുവാനും അറിവ് കൊടുക്കാനും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ അവരെ ഇടയാക്കണമേ എന്ന് യേശു അപ്പാ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ഏറ്റുചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം പൂജിതമാണമേ, രാജ്യം വരണമേ, നിങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. നിങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പരമാധികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ.